ഇട്ട സമയത്ത് ഒരുപാട് പേരുടെ കമൻറ്റാണ് കേട്ടോ. എന്താണ്, ഏത് സ്കിൻ ടൈപ്പ് അനുസരിച്ച്, അതായത് സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏത് മോയ്സ്ചറൈസർ, ഏത് സൺസ്ക്രീനാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്, എങ്ങനെ യൂസ് ചെയ്യും, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോന്നാണെങ്കിലും അവരുടെ ഫേസിൽ വിങ്കിൾസ് വരാം, പിമ്പിൾസ് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. എന്നാൽ ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഡ്രൈ സ്കിൻ, ഇത്രയും മെയിനായിട്ട് വരുന്നത് ഇങ്ങനത്തെ സ്കിൻ ടൈപ്പാണ്. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് തിക്കായിട്ടുള്ള ക്രീംസ് ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അക്വാസോഫ്റ്റ് ടിപ്സിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ യുവിഡോക്സിൻ്റെയും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഫോക്സ്റ്റൈലിൻ്റെ പ്രോഡക്റ്റും യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് കൂടുതലും ജെൽ ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അത് സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും ഒരു ജെൽ പ്രോഡക്റ്റ്സ് കൂടുതലായിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഏകദേശം പ്രോഡക്ട്സുകളും സ്യൂട്ടായി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റുന്നാലും ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്നതും ഓയിലി സ്കിന്നിന് ചിലപ്പോൾ പറ്റുന്ന രീതിയിലുള്ളതാണ് ആ ഒരു പ്രോഡക്ട്സാണ് അവർക്ക് പറ്റുന്നത്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അത് എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യും, അല്ലാതെ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. മിക്കവർക്കും പറ്റുന്ന പ്രോഡക്ട്സുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ ഡോക്ടർ ഷെയ്ഡിൻ്റെ പ്രോഡക്ട്സ് കൊള്ളാം, സിറമൈഡ്സിൻ്റെ പ്രോഡക്ട്സ് കൊള്ളാം, അതുപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ കൊള്ളാം, ഫോക്സ്റ്റൈൽ കൊള്ളാം, ഡോട്ട് ആൻഡ് കീ. ഇത്രയുമാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഡോട്ട് ആൻഡ് കീ ആയാലും ഫോക്സ്റ്റൈൽ ആയാലും സിറമൈഡിൻ്റെ ആയാലും എന്താ പറയുക അക്വാസോഫ്റ്റ്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സ്കിൻ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ട് മനസ്സിലാക്കി, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ സ്കിൻ ടൈപ്പ് എന്നതുകൊണ്ട് പറ്റുമെങ്കിൽ ഡോക്ടറെ കണ്ട് ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്ട്സ് ഒരു ഇഷ്യൂ ഇല്ല. ഫോക്സ്റ്റൈൽ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നിയിൽ വെച്ച് നല്ല പ്രോഡക്റ്റാണ് ഫോക്സ്റ്റൈലിൻ്റെ, അവരുടെ കമ്പനി നല്ല പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ടില ബ്യൂട്ടിയുടെ പ്രോഡക്ട്സും നല്ല പ്രോഡക്ട്സുകളാണ്. ഡോട്ട് ആൻഡ് കീയും കുഴപ്പമില്ലാത്ത പ്രോഡക്ട്സാണ് ഡോട്ട് ആൻഡ് കീ. പിന്നെ നോർമലി ഫേസിൽ ബോഡിയിലും സിറമൈഡിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതും കുഴപ്പമില്ലാത്ത പ്രോഡക്ട്സാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏത് പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുമ്പോഴും ഫേസിൽ പിമ്പിൾസോ റിങ്കിൾസ്, അതുപോലെ തന്നെ എന്താ പറയുക മാർക്സ്, ഡോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫേസിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോ പ്രോഡക്ട്സ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ എടുത്ത് തന്നെ പറയാം, നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞാൽ അക്വാസോഫ്റ്റ് എക്സി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്സ്റ്റൈലിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് സൺസ്ക്രീൻ യുവിഡോക്സിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ബെസ്റ്റ് പ്രോഡക്റ്റാണ്. അലോവേരയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അലോവേര യൂസ് ചെയ്യാൻ ഫേസ് മസാജിനാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മസാജിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അലോവേര യൂസ് ചെയ്യാം, ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ വീട്ടിലുള്ള എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. ഇത് എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ.